സോഷ്യലിസ്റ്റ് റവല്യൂഷണറി പാർട്ടി. പിന്നീട് ചവറ മുതൽ ചവറ വരെ എന്നായി RSPക്കുള്ള വ്യാഖ്യാനം. എൻ ശ്രീകണ്ഠൻ നായർ, ബേബി ജോൺ, കെ ബാലകൃഷ്ണൻ എന്നിവരാൽ ഒരിക്കൽ നയിക്കപ്പെട്ട പാർട്ടി. കൊല്ലം ജില്ലയുടെ ആത്മാവ് RSP എങ്കിൽ RSPയുടെ ആത്മാവ് കൊല്ലം ജില്ലയായിരുന്ന കാലം. ചവറ RSPയുടെ കുത്തക മണ്ഡലം എന്ന കാര്യത്തിൽ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പോടെ മാറ്റമുണ്ടായി. നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്കുള്ള ആരവം അല്പം മുൻപേ മുഴങ്ങിയ മണ്ഡലമാണ് ചവറ. LDF MLA ആയിരുന്ന ചവറ വിജയൻപിള്ള അന്തരിച്ച ഒഴിവിലേക്ക് ഉപതിരഞ്ഞെടുപ്പ് നടക്കുമെന്ന പ്രഖ്യാപനം മുതൽ മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളും തകൃതിയായി. പിന്നീട് തിരഞ്ഞെടുപ്പ് ഒഴിവായെങ്കിലും ഒരുക്കങ്ങളിൽ ഒരു പടി മുന്നിലാണ് ചവറ. കടലും കായലും അതിരിടുന്ന കരിമണലിന്റെ നാട്ടിൽ ഇക്കുറി വീറും വാശിയും കൂടും. മണ്ഡലം നിലനിർത്താൻ LDFും തിരിച്ചുപിടിക്കാൻ UDFും തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കഴിഞ്ഞു. തദ്ദേശ തിരഞ്ഞെടുപ്പ് മുന്നണികൾ തമ്മിലുള്ള മാറ്റുരയ്ക്കലായി. കരിമണൽ സമ്പത്തിന് പേരുകേട്ട ചവറ മണ്ഡലം ചവറ, പന്മന, തേവലക്കര, തെക്കുംഭാഗം, നീണ്ടകര എന്നീ പഞ്ചായത്തുകളും കൊല്ലം കോർപ്പറേഷനിലെ ശക്തികുളങ്ങര, മരുത്തടി, മീനത്തുചേരി, കാമനാട്, വള്ളിക്കീഴ്, കുരീപ്പുഴ വെസ്റ്റ്, തങ്കശ്ശേരി വെസ്റ്റ്, തിരുമുല്ലവാരം എന്നീ ഡിവിഷനുകളും ചേർന്നതാണ്. കരിമണൽ, മത്സ്യ, കശുവണ്ടി തൊഴിലാളികളുടെ മണ്ണാണ് ചവറ. അതുപോലെ തന്നെ RSPക്ക് ആഴത്തിൽ വേരോട്ടമുള്ള മണ്ണ്. ഷിബു ബേബി ജോണാണ് ഇക്കുറിയും UDF സ്ഥാനാർത്ഥി. ആ കാലഘട്ടത്തിലെ രാഷ്ട്രീയം വ്യത്യസ്തമായിരുന്നല്ലോ. ഇതുപോലെ ഗിമ്മിക്സോ പ്രകടനപരമായ കാര്യങ്ങളൊന്നുമില്ല. ആത്മാർത്ഥമായൊരു ബന്ധത്തിനുള്ള ഇതായിരുന്നു. അത് 50 വർഷം കൊണ്ട് ഈ നിയോജക മണ്ഡലത്തിലെ ഒരുപക്ഷെ എല്ലാ കുടുംബങ്ങളിലും ആർക്കെങ്കിലും ഒരു സഹായം കിട്ടിയിട്ടുണ്ട്. അത് നന്ദിയോട് സ്മരിക്കുന്ന ഒരു തലമുറ തന്നെ ഇന്നും ഉണ്ട്. അതുകൊണ്ടാണ് ഈ കാര്യങ്ങളിൽ ഞാൻ ചെല്ലുമ്പോഴത്തേക്കിന് ആ സ്വീകാര്യത വർദ്ധിത വീര്യത്തോടുകൂടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അല്ല, ചവറ നിയോജക മണ്ഡലം തീരദേശ മണ്ഡലമാണെങ്കിലും ഒരു വലിയ മത്സ്യബന്ധന മേഖലയാണെങ്കിലും മത്സ്യത്തൊഴിലാളികളുടെ ഒരു ശതമാനം നോക്കിക്കഴിഞ്ഞാൽ ഒരു 12-13% മത്സ്യത്തൊഴിലാളികൾ. അത് പരമ്പരാഗതമായി UDF ആണ്. കാരണം മത്സ്യബന്ധന മേഖലയിലൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ 70%-ലേറെ കോൺഗ്രസും RSPയാണ്. അത് പരമ്പരാഗതമായി തന്നെ ഉള്ളതാണ്. ആ നിലയിൽ തന്നെ അവിടെ ഉണ്ടാവും. തീർച്ചയായിട്ടും ഇതിൻ്റെ അസംതൃപ്തി ഇപ്പോൾ വ്യാപിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രതിഫലനം തീർച്ചയായിട്ടും കേരള രാഷ്ട്രീയത്തിൽ ഇന്നിത് പുറത്തു കൊണ്ടുവന്നിരിക്കുന്ന 2 മുന്നണികളുടെ വ്യത്യസ്ത സംസ്കാരമാണ്. ഇന്ന് 2 സംഭവവികാസങ്ങളാണ്. ഒന്ന്, നിഷേധിച്ച് അറിയില്ല എന്ന് പറഞ്ഞതിൻ്റെ വ്യക്തമായി തന്നെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് അറിയാമായിരുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ ഇടപെടലിനെ തുടർന്നാണ് ഈ കാര്യങ്ങൾ മുന്നോട്ട് പോയതെന്നും സർക്കാർ രേഖകൾ തന്നെ ഒരു ഭാഗത്ത് പുറത്തു വന്നിരിക്കും. അന്നേരം നുണ പറയുന്ന ഒരു സംവിധാനം ഒരു ഭാഗത്തുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ മറുഭാഗത്ത് വന്നിരിക്കുന്നത് ബഹുമാനായ ശ്രീ ഉമ്മൻചാണ്ടി മുൻ മുഖ്യമന്ത്രിയെ അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ തെളിവില്ല എന്ന് പറയുമ്പോൾ ഒരു നീതിമാനെ എങ്ങനെ വ്യക്തിഹത്യ നടത്തി അദ്ദേഹത്തിനെ എങ്ങനെ അല്ലെങ്കിൽ ഒരു തേജോവധം ചെയ്തു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലടക്കം വിജയത്തിന് വേണ്ടി എങ്ങനെ ചെയ്യുന്നു. എന്നാൽ 2 സംവിധാനങ്ങൾ നുണകൾ എങ്ങനെ പ്രചരിപ്പിക്കുന്നു എന്നുള്ളത് പിടിക്കപ്പെട്ടിരിക്കുകയാണ്. അതേസമയത്ത് UDF പറയുന്ന സത്യങ്ങൾ ആണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഏറ്റവും വലിയൊരു വിലയിരുത്തലിൻ്റെ ഒരു സംവിധാനമാണ്. ഈ 2 മുന്നണികൾ തമ്മിലുള്ള അടിസ്ഥാനപരമായ വ്യത്യാസമാണ് ഇന്നത് വന്നിരിക്കുന്നത്. ലജ്ജാകരമാണ് ഇങ്ങനെ നുണ പറയുന്നത്. എല്ലാ വിഷയത്തിലും സ്പ്രിംഗ്ലർ മുതൽ ഇങ്ങോട്ട് വന്നിട്ടുള്ള എല്ലാ വിഷയത്തിലും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി നുണ പറഞ്ഞിട്ടുണ്ട്. സ്വപ്ന സുരേഷുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അതിലെല്ലാത്തിലും നുണ പറഞ്ഞു എന്നുള്ളൊരു ബോധ്യമാണ്, തുറന്നു കാട്ടിലാണ് ഉണ്ടായിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പിൽ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ട്. ആയിരത്തി 1977 തെരഞ്ഞെടുപ്പിലാണ് ചവറ എന്ന നിയമസഭാ മണ്ഡലത്തിന്റെ ജനനം. കേരള രാഷ്ട്രീയത്തിലെ അതികായനായ ബേബി ജോൺ നൂറുദ്ദീൻ കുഞ്ഞിനെ മൃഗീയ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെടുത്തി ചവറയിലെ ആദ്യ നിയമസഭാംഗമായി. പിന്നീടങ്ങോട്ട് ചവറ എന്നാൽ ബേബി ജോണും ബേബി ജോൺ എന്നാൽ ചവറയുമായി. 82 തിരഞ്ഞെടുപ്പ് ബേബി ജോണിന് അഗ്നിപരീക്ഷയായിരുന്നു. 1981 ജനുവരി 5 ചവറ അയ്യാറയിലെ തൊഴിലാളിയായ സരസൻ എന്ന യുവാവിനെ കാണാതാകുന്നു. RSP ട്രേഡ് യൂണിയനുമായി തെറ്റിയ സരസനെ ബേബി ജോൺ കൊലപ്പെടുത്തിയെന്നായിരുന്നു പ്രചരണം. 82 തിരഞ്ഞെടുപ്പ് പ്രതിപക്ഷത്തിന്റെ പ്രചരണ വേദികളിൽ സരസൻ സംഭവം ആളിക്കത്തി.
എൻ്റെ മകൻ്റെ ചിതാഭസ്മമെങ്കിലും തിരികെ തരൂ എന്ന സരസൻ്റെ അമ്മയുടെ രോദനം എങ്ങും മുഴങ്ങി. ഒടുവിൽ തിരഞ്ഞെടുപ്പ്. കഷ്ടിച്ച് 623 വോട്ടുകൾക്ക് ബേബി ജോൺ കടന്നുകൂടി. പിന്നീടാണ് ട്വിസ്റ്റ്. 5.5 വർഷങ്ങൾക്കിപ്പുറം സരസനെ കർണാടകയിലെ കുന്താപുരയിൽ കണ്ടെത്തി. പിന്നീടങ്ങോട്ട് 96-ലെ തിരഞ്ഞെടുപ്പിൽ വരെ ചവറക്കാർ അവരുടെ സ്വന്തം ബേബി സാറിനെ മാത്രമാണ് നിയമസഭയിലേക്ക് അയച്ചത്. RSPയോട് പിണങ്ങിപ്പിരിഞ്ഞ ബേബി ജോൺ RSP-B എന്ന രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചു. അനാരോഗ്യത്തെ തുടർന്ന് 2001-ൽ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് ബേബി ജോൺ പിൻവാങ്ങി. തുടർന്ന് RSPയുടെ പ്രമുഖ നേതാവ് VP രാമകൃഷ്ണപിള്ളയെ പരാജയപ്പെടുത്തി ഷിബു ബേബി ജോൺ അച്ഛൻ്റെ പാരമ്പര്യം കാത്തു. 2006-ൽ ഷിബു ബേബി ജോണും ഇപ്പോഴത്തെ MP NK പ്രേമചന്ദ്രനും തമ്മിൽ ഏറ്റുമുട്ടി. ബേബി ജോണിന്റെ മകനും ശിഷ്യനും തമ്മിലുള്ള പോരാട്ടത്തിൽ വിജയം ശിഷ്യനൊപ്പം നിന്നു. എന്നാൽ 2011-ൽ ഷിബു തിരിച്ചടിച്ചു. പ്രേമചന്ദ്രനെ തകർത്ത് ചവറയിൽ വെന്നിക്കൊടി പാറിച്ചു. 2016-ലെ തിരഞ്ഞെടുപ്പിൽ മുൻ RSPക്കാരനും വ്യവസായിയുമായ N വിജയൻപിള്ളയെ ഇടതുപക്ഷം രംഗത്തിറക്കി. CMB ടിക്കറ്റിലായിരുന്നു മത്സരം. അനായാസ വിജയം പ്രതീക്ഷിച്ച ഷിബു ബേബി ജോൺ വിജയൻപിള്ളയോട് അടിയറവ് പറഞ്ഞു. ചവറ വിജയൻപിള്ള അങ്ങനെ വെറുതെ പറഞ്ഞു പോകേണ്ട ഒരു പേരല്ല വിജയൻപിള്ളയുടേത്. ചവറക്കാർക്ക് പ്രാദേശികമായി ബേബി ജോണിനോട് എത്രമാത്രം ഇഷ്ടമുണ്ടായിരുന്നോ അത്ര തന്നെ സ്നേഹമുണ്ട് വിജയൻപിള്ളയോടും. ഒരാൾ ചവറക്കാർക്ക് ബേബി സാറാണെങ്കിൽ മറ്റേയാൾ വിജയണ്ണനാണ്. ഇടതു വലതു മുന്നണികളെ സംബന്ധിച്ച് ഇക്കുറി ചവറയിൽ മക്കൾ പോരാണ്. ഇടതു മുന്നണിക്ക് വേണ്ടി മത്സരിക്കുന്നത് ചവറ വിജയൻപിള്ളയുടെ മകൻ ഡോക്ടർ സുജിത് വിജയൻ. ഇതുവരെ നമ്മുടെ ചവറ മണ്ഡലത്തിൽ കഴിഞ്ഞ 5 വർഷമായിട്ട് ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ വികസന പ്രവർത്തനങ്ങൾ, അത് കേരളം ഒട്ടാകെ ഉണ്ടായ വികസനങ്ങളുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ ക്ഷേമ പെൻഷനുകൾ 600 രൂപയിൽ നിന്നും 1600 രൂപയായി എന്നുള്ളത് ജനങ്ങളെല്ലാം വളരെ സ്വീകാര്യതയോടെ എടുക്കുന്നു. അതുകൂടാതെ ഈ കൊറോണ കാലത്ത് നടത്തിയ ചികിത്സ, സൗജന്യ ചികിത്സ, അവരെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നുള്ളത്. ലോകമെമ്പാടും ഇത്രയധികം മരണനിരക്ക് വരാൻ കാരണം ഗവൺമെൻറ് തലത്തിലൊരു സൗജന്യ ചികിത്സ ഇല്ലായിരുന്നു പല അമേരിക്ക പോലുള്ള വികസിത രാജ്യങ്ങൾ പോലും. ഇവിടെ നമ്മൾ മരണനിരക്ക് ഇത്ര കുറയ്ക്കാൻ സാധിച്ചത് ഗവൺമെൻറ്റിൻ്റെ ശക്തമായ ഇടപെടൽ കൊണ്ടാണ്. ലോകാരോഗ്യ സംഘടനയുടെ വരെ മുക്തഖണ്ഡമായ പ്രശംസ പിടിച്ചുപറ്റിയതാണ്. അതുപോലെ തന്നെ വികസനം, ഈ ക്ഷേമ പെൻഷനുകളും മറ്റ് ക്ഷേമകാര്യങ്ങളും ചെയ്യുമ്പോഴും ഒരടി പോലും പിന്നോട്ട് പോയിട്ടില്ല വികസനത്തിൻ്റെ കാര്യത്തിൽ. അടിസ്ഥാന സൗകര്യ വികസനത്തിൻ്റെ കാര്യത്തിൽ മുമ്പൊന്നുമില്ലാത്ത രീതിയിൽ ഒരു 10-15 വർഷം കൊണ്ട് ഒരു പക്ഷേ സാധ്യമാകേണ്ടിയിരുന്ന വികസനങ്ങളാണ് കഴിഞ്ഞ 5 വർഷം കൊണ്ട് നമ്മുടെ നാട്ടിലുണ്ടായിരിക്കുന്നത്. ചവറയിലും മറ്റ് 139 മണ്ഡലത്തിലെ പോലെ തന്നെ ചവറയിലും ആ വികസനങ്ങൾ എത്തിയിരിക്കുന്നു. അതുകൂടാതെ ഈ പറഞ്ഞ പ്രാദേശികമായിട്ട് എൻ്റെ അച്ഛൻ N വിജയൻപിള്ള, അവരുടെയൊക്കെ വിജയണ്ണൻ, അദ്ദേഹത്തിനുള്ള സ്വീകാര്യത, അതെല്ലാം ഒരു മുഖ്യ ഘടകമാണ്. ഇതെല്ലാം കൂടെ ചേർന്നൊരു വിജയപ്രതീക്ഷയാണ് നൽകുന്നത്. രാഷ്ട്രീയ കേരളം ഏറെ ശ്രദ്ധയോടെ നോക്കുന്ന മണ്ഡലമാണ് ചവറ. ഇടത്തോട്ടും വലത്തോട്ടും ചാഞ്ഞ ചരിത്രവുമുണ്ട് ചവറയ്ക്ക്. 5 പഞ്ചായത്തുകളും കൊല്ലം കോർപ്പറേഷനിലെ 7 ഡിവിഷനുകളും ചേർന്നതാണ് ചവറ മണ്ഡലം. 1977-ന് ശേഷം ഒരിക്കൽ പോലും പുനർനിർണയിക്കാത്ത മണ്ഡലമെന്ന പ്രത്യേകതയും ചവറയ്ക്കുണ്ട്. കഴിഞ്ഞ തവണ CMB ടിക്കറ്റിൽ വിജയൻപിള്ള സ്ഥാനാർത്ഥിയായപ്പോൾ വിവാദവും തലപൊക്കി. വ്യവസായിയെങ്കിലും വർഷങ്ങൾ നീണ്ട രാഷ്ട്രീയ പാരമ്പര്യമുള്ള ആളാണ് വിജയൻപിള്ള എന്ന വാദമുയർത്തി ഇടതുമുന്നണി ആരോപണങ്ങളെ നേരിട്ടു. കഴിഞ്ഞ 5 വർഷം മണ്ഡലത്തിൽ മികച്ച വികസനങ്ങൾ നടപ്പാക്കിയെന്ന അവകാശവാദം ഉന്നയിച്ചാണ് വോട്ടർമാരെ സമീപിക്കുന്നത്. അടിസ്ഥാന സൗകര്യത്തിൻ്റെ കാര്യത്തിൽ ഇപ്പം 2016-ലെ ഏറ്റവും വലിയ ചർച്ച കുടിവെള്ളമായിരുന്നു. ഇപ്പോൾ ഏത് പാർട്ടിക്കാർ വോട്ട് ചോദിച്ച് വീടുകളിൽ ചെല്ലുമ്പോഴും കുടിവെള്ളമില്ലാത്തതിന് ശകാര മേഖലയിൽ വന്നിട്ടുണ്ട്. അത് ഇപ്പം ഇതേപോലൊരു വേനലാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷേ ഇപ്പോൾ അങ്ങനൊരു പ്രശ്നം ഇല്ല. എന്തെങ്കിലും സാങ്കേതിക തകരാറുണ്ടെന്നുള്ളതല്ലാതെ ജല ദൗർലഭ്യമില്ല എന്നുള്ളത് വലിയ സംഭവമാണ്. അത് നമുക്ക് ജനങ്ങളെ സ്പർശിക്കുന്ന രീതിയിലുള്ള വികസനങ്ങൾ, അവരുടെ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ, അല്ലാതെ വലിയ മാളികകൾ കാണിച്ചിട്ട് ഇതാണ് വികസനം എന്ന് പറഞ്ഞാൽ ജനങ്ങൾ ഒരു പക്ഷേ അംഗീകരിക്കത്തില്ല. അതും വികസനമാണ്. അതിനോടൊപ്പം തന്നെ അവർക്ക് ദൈനംദിന പ്രശ്നങ്ങൾ അതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള വികസനങ്ങളായിരിക്കണം.
അപ്പം നമ്മൾക്കിവിടെ പശ്ചാത്തല സൗകര്യം, റോഡുകളുടെ വികസനം, ഏതാണ്ട് 102 കോടി രൂപയുടെ പശ്ചാത്തല സൗകര്യ വികസനമാണ് ഉണ്ടായിരിക്കുന്നത്. എല്ലാ PWD റോഡും BMBC നിലവാരത്തിലേക്ക് ഉയർത്തിയിരിക്കുന്നു. അത് കൂടാതെ പ്രധാനപ്പെട്ട റോഡുകളെല്ലാം തന്നെ ടെൻഡർ നടപടിയിൽ ഒരു 20 കോടി രൂപയുടെ വർക്കുകൾ ഇനിയും പുരോഗമിച്ചുകൊണ്ടിരിക്കുക. അത് തന്നെ പാലങ്ങൾ, 4 പ്രധാനപ്പെട്ട പാലങ്ങളാണ് പണി നടന്നുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ടെൻഡർ നടപടിയിലേക്ക്. വിവേക് ഗോപനാണ് NDA സ്ഥാനാർത്ഥി. സ്ത്രീ വോട്ടർമാരിൽ വലിയൊരു വിഭാഗത്തിൻ്റെ പിന്തുണ സ്ഥാനാർത്ഥി പ്രതീക്ഷിക്കുന്നു. പാചകവാതക സിലിണ്ടറുകളുടെ ഉയർന്ന വില ഈ പ്രതീക്ഷയ്ക്ക് മങ്ങലേൽപ്പിക്കുന്നുമുണ്ട്. ഇടത് വലത് മുന്നണികളുടെ അഴിമതി അവസാനിപ്പിക്കാൻ ഒരു വോട്ട്, ഇതാണ് പൊതു അഭ്യർത്ഥന. പല പല വാഗ്ദാനങ്ങളും എല്ലാം വാഗ്ദാനം ചെയ്ത് പോയിട്ടേ ഉള്ളൂ. ഇതുവരെ ഒന്നും ജനങ്ങളിലേക്ക് വന്ന് എന്താണെന്നുള്ളത് നോക്കുകയോ അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് പഠിക്കുകയോ ഒന്നും ചെയ്യാതെ പല വാഗ്ദാനങ്ങളും കൊടുത്തിട്ട് പോയി. പക്ഷെ അതൊന്നും നിറവേറ്റാനായിട്ട് ഈ രണ്ട് സർക്കാരിനും കഴിഞ്ഞിട്ടുമില്ല. അവരൊന്നും അതിനോട്ട് പിന്നെ മെനക്കെട്ട് നിന്നിട്ടുമില്ല. അപ്പം ഈ പറഞ്ഞ പോലെ മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്കിപ്പം നിന്ന് പോയിരിക്കുന്നൊരു സംഭവമാണ് കയർ വ്യവസായം എന്നുണ്ട്. അത് മെയിനായിട്ടുള്ളൊരു സ്ഥലമാണ് ചവറ എന്ന് പറയുന്നത്. അതില്ല. അപ്പോൾ അതിനെ തിരിച്ചു കൊണ്ടുവരാൻ തൊഴിലില്ലായ്മ ഒരു ഭയങ്കര വലിയ പ്രശ്നമായിട്ട് നിൽക്കുകയാണ്. അതിനിടയിൽ കൂടെ തന്നെ തൊഴിലില്ലായ്മയുടെ ഇടയിൽ കൂടെ തന്നെ അനധികൃതമായിട്ട് പല നിയമനങ്ങളും ഇവിടെ വല്ല KMML IREL നടക്കുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു തടയിട്ട് അർഹരായിട്ടുള്ള ആൾക്കാർക്ക് ജോലി കിട്ടണം. പിന്നെ ഇപ്പോൾ പുതിയ പ്രകടന പത്രികയ്ക്ക് ഒരു വീട്ടിൽ ഒരാൾക്ക് ജോലി എന്നുള്ളതുണ്ടല്ലോ. അപ്പോൾ അത് പ്രാബല്യത്തിൽ കൊണ്ടുവരിക എന്നുള്ളതും, പിന്നെ ഈ പറഞ്ഞ പോലെ കയർ വ്യവസായം, അതിലൂടെ പലവർക്കും പല നേട്ടങ്ങളും ഗുണങ്ങളും ഉണ്ടാവും. അത് തിരിച്ച് പുനഃസ്ഥാപിക്കുക എന്നുള്ളതും, പിന്നെ ഈ പറഞ്ഞ അഴിമതി രാഷ്ട്രീയം, അതാണിപ്പോൾ നിലനിന്ന് പോകുന്നത്. അപ്പോൾ രാഷ്ട്രീയം എന്ന് പറയുന്നത് ശരിക്കും അഴിമതിയും കൊള്ളയും അല്ല എന്നുള്ളതും, ശരിക്കും എന്താണ് യഥാർത്ഥ രാഷ്ട്രീയം എന്നുള്ളത് ജനങ്ങളിലേക്ക് കാണിച്ചു കൊടുക്കാനും, ജനങ്ങളുടെ ആവശ്യം, ജനങ്ങളുടെ പ്രശ്നം എന്താണെന്നുള്ളത് പരിഹരിച്ച് പോകാനും അതാണ് നമ്മൾ മെയിൻ നോക്കുക. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു മെയിൻ ക്ഷാമം എന്ന് പറയുന്നത് നമ്മുടെ കുടിവെള്ളമാണ്. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ അത് മൊത്തം പല മണ്ഡലങ്ങളിലും നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ഏറ്റവും കൂടുതലാണ്. പിന്നെ ഈ പറഞ്ഞ 2 സർക്കാർ ഭരിച്ചിട്ടും വികസനത്തിൻ്റെ ഒരു ശതമാനം പോലും പ്രത്യേകിച്ച് ചവറ മണ്ഡലത്തിൽ വന്നിട്ടില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അപ്പോൾ അതിനൊക്കെ നമ്മൾ മോദിജി പറയും പോലെ പുതിയ കേരളം പടുത്തുയർത്ത, പുതിയ കേരളം മോദിക്കൊപ്പം എന്ന് പറഞ്ഞ പോലെ അതിന് ഒരു ഉത്തമ ഉദാഹരണമാകാൻ ഉള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഞാൻ. അപ്പോൾ അതിന് ഈ പറഞ്ഞ പോലെ ജനങ്ങൾ എന്നെ ഇതുവരെ ഉള്ളതെന്ന് വെച്ച് നോക്കുകയാണെങ്കിൽ 2 കൈ നീട്ടി സ്വീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിന് ഇനി അവർ ഈ വരുന്ന ഒരു വലിയ പരീക്ഷ, ഇലക്ഷൻ എന്ന് പറഞ്ഞൊരു വലിയ പരീക്ഷയിൽ എഴുതി എനിക്ക് വിജയിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവർക്കുള്ള വിഷമങ്ങളും ഇവരിപ്പോൾ അനുഭവിക്കുന്ന പല ദുരിതങ്ങൾക്കും ഒരു ആശ്വാസമായിട്ട് ഞാൻ വരും. അവരുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കും. അവർക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ അതൊക്കെ പരിഹരിക്കും. തീർത്തും അഴിമതി രഹിത രാഷ്ട്രീയമാക്കി മാറ്റാനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ് BJP. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 11,655 വോട്ടുകൾ മാത്രമാണ് താമര ചിഹ്നത്തിൽ മത്സരിച്ച NDA സ്ഥാനാർത്ഥിക്ക് നേടാനായത്. വോട്ടുമറിക്കലടക്കമുള്ള ആരോപണം അന്ന് BJP നേരിടേണ്ടി വന്നു. ഇക്കുറി അതിന് മാറ്റം വരുത്താനാണ് BJPയുടെ ശ്രമം. മണ്ഡലത്തിലെ 95% വാർഡുകളിലും കമ്മിറ്റികൾ രൂപീകരിച്ചെന്ന് BJP നേതൃത്വം പറയുന്നു. ഇടത് വലത് മുന്നണികൾക്കൊപ്പം ത്രികോണ മത്സരം കാഴ്ചവെക്കാനാകുമെന്നാണ് NDAയുടെ പ്രതീക്ഷ. കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ചവറയിൽ ഒരിക്കലും അവസാനിക്കാത്ത ജനകീയ വിഷയമാണ്. കടലിൽ നിന്ന് കരിമണൽ കഴുകിയെടുക്കുന്ന സീ വാഷിംഗാണ് ഇന്നത്തെ പ്രധാന പ്രശ്നം. കോടതി ഉത്തരവിനെ തുടർന്ന് സീ വാഷിംഗ് ചില ഖനന സൈറ്റുകളിൽ നിർത്തിവച്ചിരിക്കുകയാണ്. കമ്പനി നേരിട്ട് നടത്തുന്ന സൈറ്റുകളിൽ മാത്രമല്ല, എല്ലാ ഖനന സൈറ്റുകളിലും സീ വാഷിംഗ് അവസാനിപ്പിക്കണമെന്നാണ് ആവശ്യം. 13 വർഷത്തോളമായി തീരുമാനമാകാത്ത പ്രശ്നം ചവറ നിയോജക മണ്ഡലത്തിലുണ്ട്. പന്മന പഞ്ചായത്തിലെ ചിറ്റൂരിലെ ജനങ്ങൾ നടത്തുന്ന സമരം
KMML-ലെ രാസമാലിന്യങ്ങൾ കലർന്ന ചിറ്റൂരിലെ 183 ഏക്കർ ഭൂമി ഏറ്റെടുക്കാൻ സർക്കാർ തീരുമാനിച്ചിരുന്നു. എന്നാൽ നടപടിക്രമങ്ങൾ അനന്തമായി നീണ്ടു. ഇതിൽ പ്രതിഷേധിച്ച് സംയുക്ത സമരസമിതി 2019 ഓഗസ്റ്റ് 1 മുതൽ KMML-ന്റെ പ്രധാന കവാടം ഉപരോധിച്ചു. പട്ടിണി സമരമടക്കം നടന്നു. 166 ദിവസത്തെ സമരങ്ങൾക്കൊടുവിൽ ചിറ്റൂർ പ്രദേശത്തെ 50 ഏക്കർ ഭൂമി ഏറ്റെടുക്കാൻ സർക്കാർ തീരുമാനിച്ചു. അതിനായി 200 കോടി രൂപ സർക്കാർ അനുവദിച്ചെന്ന് കൊല്ലം ജില്ലാ കളക്ടർ സമരക്കാരുമായി നടത്തിയ ചർച്ചയിൽ അറിയിച്ചു. പക്ഷേ സ്ഥലമേറ്റെടുക്കൽ നടക്കാത്തതിനാൽ ജനങ്ങൾ പ്രതിഷേധത്തിലാണ്. ഏറ്റവും കൂടുതൽ ക്യാൻസർ രോഗികളുള്ള പ്രദേശമാണ് ചവറ പന്മന മേഖല. ഇവിടുത്തെ സർക്കാർ ആശുപത്രിയായ ഫൗണ്ടേഷൻ ആശുപത്രിയുടെ നവീകരണ പ്രവർത്തനങ്ങൾ തുടരുകയാണ്. പുതിയ കെട്ടിടങ്ങളുടെ നിർമ്മാണം പുരോഗമിക്കുകയും ചെയ്യുന്നു. ചവറ സിവിൽ സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്യാൻ സാധിച്ചതും വികസന നേട്ടമായി LDF ഉയർത്തിക്കാട്ടുന്നു. നേരത്തെ നമ്മുടെ ഇവിടെ ഒരു താലൂക്ക് ഹോസ്പിറ്റലുണ്ട്. ഹോസ്പിറ്റലായിട്ട് 2012 അത് നാമകരണം ചെയ്തെങ്കിലും പക്ഷേ ഇപ്പോഴും കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റർ ആ ഒരു സ്റ്റാഫ് പാറ്റേണും ആ ഒരു ഫെസിലിറ്റീസിലും പോകുന്നത്. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ശ്രമഫലമായിട്ട് അത് ഒരു 48 കോടി രൂപയുടെ ഒരു സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ബ്ലോക്ക് അവിടെ പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടെ 5 തിയേറ്റർ കോംപ്ലക്സ് അടക്കം ICU അടക്കമുള്ള സൗകര്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പൂർത്തീകരണമാണ് ഒരു മെയിൻ. അതുകൂടാതെ അവിടെ ആഡ് ഓൺ ആയിട്ട് എന്തൊക്കെ പ്രോഗ്രാംസ് നമുക്കിപ്പം അവിടെ ആ ക്യാമ്പസിന് അതിനകത്ത് തന്നെ അച്ഛൻ തന്നെ ഒരു റീജിയണൽ ക്യാൻസർ സെൻ്ററുമായിട്ട് ചേർന്നിട്ട് ഒരു ക്യാൻസർ കെയർ സെൻറ്റർ തുടങ്ങിയിട്ടുണ്ട്. അവിടെ ഇപ്പം ഓൺകോളജി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം അടുത്ത വർഷം നമുക്കൊരവസരം കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ റേഡിയേഷൻ തെറാപ്പിയും മറ്റ് അനുബന്ധ സൗകര്യങ്ങളും എല്ലാം തന്നെ തുടങ്ങണം എന്നുള്ള ഡയഗ്നോസ്റ്റിക്സിൻ്റെ ക്യാൻസർ ഡയഗ്നോസ്റ്റിക്സ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുന്നുള്ള രീതിയിൽ ഒരു കംപ്ലീറ്റ് പാക്കേജുള്ള ഒരു ക്യാൻസർ കെയർ സെൻ്റർ, അതാണ് ലക്ഷ്യം. മന്ത്രിയായിരിക്കെ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ മുരടിപ്പിലാണെന്ന് ഷിബു ബേബി ജോൺ ആരോപിക്കുന്നു. താൻ മന്ത്രിയായിരിക്കെ സ്ഥാപിച്ച ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷൻ എന്ന സ്ഥാപനത്തിന്റെ പ്രവർത്തനം സജീവമാക്കണം, കേരള മാരിടൈം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രവർത്തനം ശക്തമാക്കണം തുടങ്ങി ഒട്ടേറെ കാര്യങ്ങൾ ഷിബു ബേബി ജോൺ മുന്നോട്ട് വയ്ക്കുന്നു. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിലോ ഇൻഡസ്ട്രിയലൈസേഷനിലോ തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരത്തിലോ 1 ഇഞ്ച് മുന്നോട്ട് പോകാൻ സാധിച്ചില്ല. അതെല്ലാം പിന്നോട്ടെടുക്കുക. ഇപ്പോൾ തമിഴ്നാട്ടിലുണ്ടായിരുന്ന ഒരു പൊളിറ്റിക്സിൻ്റെ ചില ഗിമ്മിക്സ് കാണിക്കുന്ന ഒരു രാഷ്ട്രീയമായി കേരളത്തെ അധപ്പതിച്ചിരിക്കുകയാണ്. അവിടെയാണ് കിറ്റും കാര്യവും. കിറ്റ് ഈ നാട്ടിലെ സാധാരണക്കാരന് കോവിഡ് മഹാമാരിയുടെ കാലഘട്ടത്തിൽ സഹായം എത്തിക്കുകയാണെങ്കിൽ ഞങ്ങൾ പിന്തുണയ്ക്കാം. പക്ഷേ 85 ലക്ഷം കുടുംബങ്ങൾക്ക് കിറ്റ് കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ അതിറ്റ് ഇസ് ഓൺലി എ പൊളിറ്റിക്കൽ സ്റ്റണ്ട്. ബിക്കോസ് ഞാൻ ചോദിച്ചട്ടെ, 85 ലക്ഷം കുടുംബങ്ങൾക്കും കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ മോഹൻലാലും മമ്മൂട്ടിയും രവിപിള്ളയും യൂസുഫ് അലിയും എല്ലാം ഉൾപ്പെടുന്നവർക്കാണല്ലോ കിറ്റ് കൊടുക്കുന്നത്. അതെന്താണ്? അതൊരു വൈരുദ്ധ്യം തന്നെയായിട്ട് നിലനിൽക്കുകയാണ്. അപ്പോൾ ആ ഗിമിക്സ് ഒന്നും ഇവിടെ പാടില്ല. പിന്നെ ഇടതുപക്ഷത്തിൻ്റെ പെൻഷൻ്റെ കാര്യം, നമ്മൾ ചെല്ലുന്ന പല മേഖലയിലും പല കാരണങ്ങളാൽ പെൻഷൻ ഒഴിവാക്കപ്പെട്ട് കിട്ടിക്കൊണ്ടിരുന്നവരെ എത്ര പേരെ ഒഴിവാക്കിയിട്ടാണ് 1200 ആക്കിയെന്ന് പറയുന്നത്. അതും സമൂഹം നേരിട്ട് ബോധ്യപ്പെടുന്നവർക്ക് അതിൻ്റെ അനുഭവസ്ഥരായിട്ടുള്ളവർ അത് പ്രതികരിക്കുന്നുണ്ട്. വീട്ടിൽ സർക്കാർ ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ അത് ഒഴിവാക്കി, അല്ലെങ്കിൽ 5 ഏക്കർ വരെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ കൃഷിയിടങ്ങളിലുണ്ടായിരുന്നവർക്ക് പെൻഷനുണ്ട്, അത് 1 ഏക്കറായി ചുരുക്കി. ഈ സാമൂഹിക ക്ഷേമ പെൻഷനും തൊഴിലാളി ക്ഷേമ പെൻഷൻ ഒരു നിയമപ്രകാരം അവർക്ക് അവകാശമായി കിട്ടുന്നതാണ്. അത് കിട്ടുന്നവർക്ക് എന്തിനാണ് വാർദ്ധക്യകാല പെൻഷനോ വിധവാ പെൻഷനോ നിഷേധിക്കുന്നത്? ഇതെല്ലാം കൊടുത്തിരുന്നായിരുന്നു ഉമ്മൻചാണ്ടി ഗവൺമെൻറ്. മാത്രവുമല്ല, ഉമ്മൻചാണ്ടി ഗവൺമെൻറ് അവസാനം 2015 മുതൽ വാർദ്ധക്യകാല പെൻഷൻ 1500 രൂപയായിരുന്നു. അതാണ് 1000 ആക്കി കുറച്ച് ഇപ്പോഴാ ഈ ഏപ്രിൽ 1-നാണ് 1600 ആക്കാൻ പോകുന്നത്. കാരണം ഇതെല്ലാം സത്യങ്ങളായി ജനങ്ങളുടെ മുമ്പിലുണ്ട്. ഇതിൻ്റെ ഗുണഭോക്താക്കൾക്ക് അറിയാമല്ലോ ഈ കാര്യങ്ങളെക്കുറിച്ച്. പെൻഷൻ കൂട്ടി എന്ന് പറയുന്നതല്ലാതെ ഇത് ചെയ്യുന്നു. CPM-ൻ്റെ ചവറയിലെ പ്രചരണത്തിന് വന്ന പിണറായി വിജയൻ്റെ ഇന്ന് യോഗം ഉണ്ടായിരുന്നു. അതിൽ പോകുന്നവർ ചെങ്കൊടിയിൽ പിണറായി വിജയൻ്റെ പടം ആലേഖനം ചെയ്തുകൊണ്ടുള്ള ചെങ്കൊടി പിടിച്ചുകൊണ്ട് പോകുമ്പോൾ എത്രത്തോളം ഒരു പ്രസ്ഥാനം, ഒരു ഇടതുപക്ഷ പ്രസ്ഥാനം തകർന്നിരിക്കുന്നു എന്നുള്ള വ്യക്തി കേന്ദ്രിതമായി തീവ്ര വലതിൻ്റെ ഏറ്റവും ഉത്തമ ഡൊണാൾഡ് ട്രംപിൻ്റെയും നരേന്ദ്രമോദിയുടെയും പടം ആലേഖനം ചെയ്യുന്നതിന് തുല്യമായിട്ട് പിണറായി വിജയൻ്റെ പടം ആലേഖനം ചെയ്തുകൊണ്ടുള്ള പടുകൂറ്റൻ ചെങ്കടിയുമായി പോകുന്ന ഒരു ദയനീയ കാഴ്ച ഇന്ന് കാണാൻ സാധിച്ചു.
രാഷ്ട്രീയം പോലെ തന്നെ മതസാമുദായിക സ്വാധീനവും മണ്ഡലത്തിലുണ്ട്. ലത്തീൻ കത്തോലിക്ക, ധീവര, നായർ, ഈഴവ, മുസ്ലിം സമുദായങ്ങളും മണ്ഡലത്തിലെ ജയപരാജയങ്ങൾ നിർണ്ണയിക്കുന്ന ഘടകമാണ്. പക്ഷേ മതത്തെക്കാളധികം രാഷ്ട്രീയത്തെയും വ്യക്തിയെയും നോക്കി വോട്ട് ചെയ്യുന്നവരാണ് ചവറക്കാരെന്ന് തെളിയിക്കുന്നതാണ് ബേബി ജോണിന്റെ തുടർച്ചയായ വിജയങ്ങളും വിജയൻ പിള്ളയുടെ അട്ടിമറി വിജയവും. ചവറയിൽ വിജയം ഇക്കുറി ആർക്കും ഈസി വാക്ക് ഓവർ ആവില്ല. ആഴക്കടൽ മത്സ്യബന്ധന വിവാദം വല്ലാതെ തിരയടിച്ചു വരുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് ചവറ. വിഷയം കത്തിക്കാൻ UDFും കള്ളപ്രചരണമെന്ന് പറഞ്ഞ് പ്രതിരോധിക്കാൻ LDFും കിണഞ്ഞു ശ്രമിക്കുന്നു. വിശ്വാസത്തെ കൂടി കൂട്ടുപിടിച്ചാണ് ലക്ഷ്യം നോക്കി NDA എറിയുന്നത്. കൊള്ളുന്നെങ്കിൽ കൊള്ളട്ടെ എന്ന പ്രതീക്ഷയോടെ.